എറണാകുളം അങ്കമാലിയിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ രണ്ടാം പാപ്പാന്റെ ആരോഗ്യനില തൃപ്തികരം. നട്ടെല്ലിനും തലയ്ക്കും പരിക്കേറ്റ പ്രദീപിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐസിയുവിലാണ് പ്രദീപ്. ഇന്നലെയാണ് കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഇടഞ്ഞ മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയുടെ ആക്രമണത്തിൽ പ്രദീപിന് പരിക്കേറ്റത്. ആനയെ കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവറെ ആന ചവിട്ടിക്കൊന്നിരുന്നു. പ്രദേശത്തുണ്ടായിരുന്ന വാഹനങ്ങളും ആന തകർത്തു. സംഭവത്തിന് പിന്നാലെ ആനയെ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. ആന വരുത്തിയ നഷ്ടം ആനയുടെ ഉടമ വഹിക്കും. ഇന്നലെ ഏറെ നേരം ഭീതിയിലാഴ്ത്തിയായിരുന്നു എറണാകുളം അങ്കമാലിയിൽ ആനയുടെ ആക്രമണം ഉണ്ടായത്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ആനയെ തളയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഒരു ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ രണ്ടാം പാപ്പാന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നട്ടലിനും തലയ്ക്കുമായിരുന്നു രണ്ടാം പാപ്പാന് പരിക്കേറ്റിരുന്നത്. ഈ പരിക്കേറ്റ രണ്ടാം പാപ്പാനായിട്ടുള്ള പ്രദീപിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല എന്നൊരു വിവരമാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നത്. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐസിയുവിൽ തുടരുകയാണ് പ്രദീപ്. ഇന്നലെ ആയിരുന്നു ഇത്തരത്തിൽ ഒരു ആനയുടെ ഭാഗത്ത് ഒരു ആക്രമണം ഉണ്ടായത്. കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഈ ഒരു ആന ഇടയുകയായിരുന്നു. മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. ഈ ഒരു ആക്രമണത്തിലാണ് പ്രദീപിന് നട്ടലിനൊക്കെ വലിയ രീതിയിൽ പരിക്കേൽക്കേണ്ടി വന്നത്. എന്തായാലും പ്രദീപിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. ആനയെ കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവറെ ആന ചവിട്ടി കൊന്നിരുന്നു. എന്തായാലും പ്രദേശത്തുള്ള വാഹനങ്ങളൊക്കെ ആന തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രദേശം ഒട്ടാകെ വലിയ രീതിയിൽ ഭീതി വളർത്തിയായിരുന്നു ആന ഇടയുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും സംഭവത്തിന് പിന്നാലെ ആനയെ ഇപ്പോൾ കൊല്ലത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആന വരുത്തിയ നാശനഷ്ടങ്ങളൊക്കെയും ആനയുടെ ഉടമ വഹിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും രണ്ടാം പാപ്പാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പുറത്തുവരുന്ന വിവരം.